മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൈഫ അൻതും ഔ കൈഫ ഹാലുക്കും? സുഖമല്ലേ മക്കളെ? എന്തൊക്കെയുണ്ട് വിശേഷം? മക്കളെ, അൻതും ഫി അസ്സഫി അസാനി. നിങ്ങൾ ഇപ്രാവശ്യം 1-ാം ക്ലാസ്സിലാണ് ഇരിക്കണേ? അല്ല, ഫിസഫി അസാനി, 2-ാം ക്ലാസ്സിലായിരിക്കണം അല്ലേ? നിങ്ങൾക്ക് പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടിയോ? ഇല്ല അല്ലേ? പഴയ കൂട്ടുകാരെ തന്നെ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് പുതിയ പുസ്തകം കിട്ടിയില്ലേ? അൻതും ഹസൽത്തും അലാ കിതാബിൻ ജദീദ്. കിതാബ് മാഹുവ കിതാബ്, പുസ്തകം അല്ലേ? കിതാബുൻ ജദീദ്, പുതിയ പുസ്തകം കിട്ടിയില്ലേ? പുതിയ പുസ്തകം ഇഷ്ടമായ എല്ലാവർക്കും? നമുക്ക് പുതിയ പുസ്തകം പഠിക്കണ്ടേ? പഠിക്കാം അല്ലേ? നമുക്കിനി തുടർച്ചയായി ഈ ചാനലിൽ സാറ് 2-ാം ക്ലാസ് അറബിക്കിന്റെ ക്ലാസ്സുകൾ എടുക്കും. നിങ്ങൾ പഠിക്കുമല്ലേ? നമുക്കിന്ന് 1-ാമത്തെ യൂണിറ്റ്, അതായത് 8-ാമത്തെ പേജ്, 8 എന്ന് നമ്പർ കാണില്ല, ഇവിടെ 9 ഉണ്ട്. അപ്പൊ 9 മുമ്പ് 8 അല്ലേ? അതിലെ 1-ാമത്തെ പാഠഭാഗം നമുക്ക് പഠിക്കാം. 1-ാമത്തെ പാഠത്തിന്റെ 1-ാമത്തെ യൂണിറ്റിന്റെ പേരെന്താന്ന് മക്കൾക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടോ? അൽ അർദുൽ ജമീല. ഏതാ? അൽ അർദുൽ ജമീല. മാഹിയൽ അർദ്. എന്താണ് അർള്? അർള് എന്താന്ന് സാറ് കാണിച്ചു തരാം. സാർ ഒരു വീഡിയോ കാണിച്ചു തരാം. തുഫീദിയോലക്കും ഒരു വീഡിയോ സാറ് കാണിച്ചു തരാം. ശ്രദ്ധിക്കാട്ടോ. ഇതാണ് അർള്. എന്താ അർള്? ഇപ്പൊ മനസ്സിലായില്ലേ? അർള് എന്താണ്? ഭൂമിയിലെ ഭൂമി. അൽ അർദു കൈഫൽ അർദു. നമ്മുടെ ഭൂമിയുള്ള എങ്ങനെയുള്ളതാ? നമ്മുടെ ഭൂമിയിലെ നമ്മൾ താമസിക്കുന്നത് അല്ലെ? നമ്മുടെ ഭൂമിയിൽ ഒരുപാട് മലനിരകളുണ്ട്, എന്താണ്, പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്, പുഴകളുണ്ട്, അരുവികളുണ്ട്, പക്ഷികളുണ്ട് അല്ലെ? അപ്പൊ അർള് എന്താ? അർള് നല്ല രസമാണ്, ജമീലാണ്. മാതാ ജമീൽ, നല്ല മനോഹരമാണ് അല്ലേ? അൽ അർദു ജമീൽ. ഇവിടെ കുട്ടികൾ പാടുകയാണ്. നിങ്ങളൊക്കെ ഈ ഭൂമിയുടെ ആളുകളല്ലേ? കൂട്ടുകാരാണ്. നമ്മൾ എന്തിനാ വന്നിരിക്കുന്നത്? അല്ലേ? നമ്മളതിനെ നമ്മള് പ്രൊട്ടക്ട് ചെയ്യണം, നമ്മൾ സംരക്ഷിക്കണം, അതിനെപ്പോഴും പച്ചപ്പ് നിറഞ്ഞതാക്കി നിർത്തണം അല്ലെ? എങ്കിലേ ഭൂമി അൽ അർദു ജമീലാവുള്ളൂ അല്ലേ? അതിൽ നമ്മൾ പച്ചപ്പ് ഇല്ലാതാക്കിയാലോ, മരങ്ങൾ വെട്ടിമുറിച്ചാലോ പച്ചപ്പൊക്കെ പോവും അല്ലേ? പച്ചപ്പ് പോയ ഭൂമിയെ കാണാൻ ഭംഗിയുണ്ടോ? ഇല്ല. പാട്ട് കേൾക്കാം. മരം വെച്ചുപിടിപ്പിക്കണം. അപ്പൊ നല്ല ഓക്സിജൻ കിട്ടും. വേസ്റ്റുകൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ മാഹിയൽ അർദ്, അൽ അർദു അവർ എർത്ത്, ഭൂമി അല്ലേ? ഭൂമിയാണ്. അപ്പൊ നമ്മുടെ ഭൂമിയിലെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. അതിൽ 1-ാമത്തെ പാഠഭാഗം ഹുനാക മഹദ സ്വദീഖി. നമ്മൾ പറഞ്ഞേ സ്വദീഖി. മൻ ഹുവ സ്വദീഖ്? അല്ലക്കും സ്വദീഖ് ഔ സ്വദീഖത്ത്. നിങ്ങൾക്ക് കൂട്ടുകാരുണ്ടാവൂലേ? അപ്പൊ എന്റെ കൂട്ടുകാർ, എന്റെ കൂട്ടുകാരൻ, എന്റെ കൂട്ടുകാരി എന്ന് പറയാം.
എങ്ങനെ പറയും? സ്വദീഖി, എന്റെ കൂട്ടുകാരൻ. മൻ, എന്റെ കൂട്ടുകാരൻ. നിങ്ങളൊന്ന് പറഞ്ഞു വയ്ക്കുക. സ്വദീഖി അൻവർ, സ്വദീഖി ജാബിർ, സ്വദീഖി സാലിം. അപ്പൊ ഇവിടെ രണ്ട് കൂട്ടുകാരൻ. ഹുനാക സ്വദീഖാനി. ആരൊക്കെയെന്നറിയോ മക്കൾക്ക്? അവൽ ഹുവ മൻ ഹുവ ഹിയ ദൂത. ആരാണ്? ദൂത. ദൂത മഹിയ ദൂത. ഇത് കണ്ടിട്ടുണ്ടോ? ഈ ദൂത ഒരു കൂട്ടിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ് അല്ലേ? ഹുനാക ഹാദിഹി ദൂത തഈശു ഫീ ഉശ്ശിഹി. ഉശ്ശിഹ അതിന്റെ കൂട്ട് അല്ലേ? ദൂത പുഴുവാണ്, പുഴു അല്ലേ? സുമമൻ, പിന്നെ ആരാണ്? ദൂതയുടെ കൂട്ടുകാരൻ ആരാണ്? ദൂത ഇങ്ങനെ പറയുകയാണ് മനസ്സിൽ. ദൂത ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഇരുന്നിട്ടേ അയിന സ്വദീഖി, അയിന സ്വദീഖി. അയിന നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചതാണ്. അയിന, അയിന എവിടെ? അയിന സ്വദീഖി, എവിടെ എന്റെ കൂട്ടുകാരൻ? കാലത്തിൽ ദൂത പറഞ്ഞു അയിന സ്വദീഖി, എന്റെ കൂട്ടുകാരൻ എവിടെ? അപ്പോഴുണ്ടടാ ദേ വരുന്നു കൂട്ടുകാരൻ. മൻ ഹിയ ഔ മൻ ഹുവ? ഹുവ ഹുവ ജറാദ്. മൻ ഹുവ? ഹുവ ജറാദ്. ജറാദ്, ജറാദ് മൻ. ഇത് കണ്ടിട്ടുണ്ടോ? മൻ ഹാദാ? ഹാദാ ജറാദ്, വെട്ടുകിളി. അല്ലെങ്കിൽ നമ്മള് ഗ്രാസ് ഹൂപ്പർ എന്നൊക്കെ പറയൂലേ, പുൽച്ചാടി അല്ലേ? പുൽച്ചാടിയാണ് അല്ല. അപ്പൊ നമ്മുടെ ദൂതയുടെ കൂട്ടുകാരൻ ആരാണ്? ജറാദ്. മൻ ജറാദ്? ജറാദ് ഗ്രാസ് ഹൂപ്പർ, പുൽച്ചാടിയാണ് അല്ലേ? അല്ലേ? അപ്പോ അൽ അസ്ദൂദ വൽ ജറാദു സ്വദീഖാനി. അസ്ദൂദത്തു വൽ ജറാദു സ്വദീഖാനി. ദൂതയും ജറാദും ആരാണ്? സ്വദീഖാനി. അതാണ് പറയുന്നത്. ജറാദുൻ വദൂദത്തുൻ. വായിക്കും മക്കളെ. ജറാദുൻ വദൂദത്തുൻ സ്വദീഖാനി. ജറാദും ദൂതയും ആരാണ്? സ്വദീഖാനി അല്ലേ? കൂട്ടുകാരാണ്. സാലിം വ ജാബിർ സ്വദീഖാനി. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ വെച്ച് പറഞ്ഞു നോക്കിയേ. എങ്ങനെ പറയാം? ഇപ്പൊ നിങ്ങളുടെ പേരും മുഹമ്മദും നിന്റെ കൂട്ടുകാരന്റെ പേര് സാലിം എന്നാണെങ്കിൽ മുഹമ്മദുൻ വ സാലിമുൻ സ്വദീഖാനി. ഇനി ഗേൾ ആണെങ്കിലോ നാഫിയയും ഫൗസിയയും. നാഫിയ വ ഫൗസിയ സദീഖത്താനി. നാഫിയ വ ഫൗസിയ സദീഖത്താനി. അങ്ങനെ പറഞ്ഞു വെക്കും. ഓക്കെ. അപ്പൊ നമ്മുടെ ജറാദും ദൂതും കൂട്ടുകാരായിരുന്നു. കൂട്ടുകാരാണെങ്കിൽ എന്താ സംഭവിക്കുക? കൂട്ടുകാരാണെങ്കിൽ അവര് പരസ്പരം കളിക്കും അല്ലേ? ഒരുമിച്ച് കളിക്കും, ഒരുമിച്ച് സംസാരിക്കും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും അല്ലേ? അപ്പൊ ഹുനാക അൽദൂദത്തു വൽ ജറാദ്. അദ്ദൂദത്തു വൽ ജറാദ് യൽഅബാനി മഅൻ. ഹുമാ യൽഅബാൻ. മാഹദാ? ഇവരെന്താ ചെയ്യുന്നത്? അന്നഹും യൽഅബാൻ. മാദാ യൽഅബാൻ? They are playing. അവരെന്ത് ചെയ്യാണ്? കളിക്കുകയാണ്. കൈഫ? മഅൻ. മഅൻ ഒരുമിച്ച് കളിക്കുകയാണ് അല്ലേ? ഒരാൾ കൂട്ടുകാരാണെങ്കിൽ വേറെ വേറെ കളിക്കാൻ പറ്റുമോ? ഇല്ല. ഹുമ അൽ ജറാദും വദൂദ യൽഅബാനി മഅൻ. അവർ ഒരുമിച്ച് കളിക്കാറുള്ളത്. സാലിം വ ജാബിർ യൽഅബാനി മഅൻ. സാലിമും ജാബിറും ഒരുമിച്ചാണ് കളിക്കുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ? അല്ലേ? കളിക്കുക മാത്രമല്ല, ഇവിടെ എന്താ ചെയ്യുന്ന ജറാദും ദൂതയും കൂടി? കുലാനിൽ വറക്ക. അവരെന്ത് ചെയ്യാണ്? വറക്ക് തിന്നാണ് അല്ലേ? വറക്ക്. വയ കുലാനി കുലു. അവർ സാപ്പിടുന്നു, കഴിക്കുകയാണ് അല്ലേ? വയ കുലാനി മഅൻ. ഒരുമിച്ച് കഴിക്കും, ഒരുമിച്ച് കളിക്കും. മൻ ആരൊക്കെയാണ്? അദ്ദൂദ വൽ ജറാദ്. അദ്ദൂദ വൽ ജറാദ്. പറഞ്ഞ മക്കളെ. അദ്ദൂദത്തു ദൂദത്തുൻ വജറാദുൻ യഅകുലാനി മഅൻ വയൽഅബാനി മഅൻ. ദൂദും ജറാദും ഒരുമിച്ച് കളിക്കുകയും ചെയ്യും, ഒരുമിച്ച് ഭക്ഷണവും കഴിക്കും. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ദൂത എന്ത് പറഞ്ഞറിയോ? മാതാ കാലത്ത് ദൂതയ്ക്ക് പോകാൻ സമയമായി. ദൂത ആദ്യം ഒരു കൂട്ടിനുള്ള ഇരുന്നിരുന്നില്ലേ?
അങ്ങനെ ദൂത കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു, ഞാൻ ഇനി കുറച്ചു നേരം എനിക്ക് റെസ്റ്റാണ് എന്നും പറഞ്ഞു പോവുകയാണ്. ആരാ പറയണേ? നമ്മുടെ ദൂത പറഞ്ഞു ജറാദിനോട്, ദഅനി അസ്തരിഹ്, ലെറ്റ് മീ റെസ്റ്റ്, ലെറ്റ് മീ റെസ്റ്റ്, ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ ഇനി കുറച്ചു ദിവസം എന്റെ കൂട്ടിൽ തന്നെ ഇരിക്കാൻ പോവാണ്. എന്തിനായിരിക്കാം? എന്തിനായിരിക്കാം? സർപ്രൈസ്. നമുക്ക് നോക്കാം. ദഅനി അസ്തരിഹ്, ഞാൻ കുറച്ചു ദിവസം റെസ്റ്റ് ചെയ്യട്ടെ എന്ന് കാലത്ത് ദൂത. ആരാ പറഞ്ഞത്? ദൂത പറഞ്ഞു, ദഅനി അസ്തരിഹ്, ദഅനി അസ്തരിഹ്. അപ്പൊ നമ്മുടെ ജറാദിന് വിഷമായി അല്ലേ? ഞാൻ അവന്റെ കൂടെ യൽഅബാൻ, കളിക്കാനും വയക്കുലാൻ, തിന്നാനും അവന്റെ കൂടെ ആളുണ്ടാവുമോ? ഇല്ല. പക്ഷെ വരും, വരും. എങ്ങനെ വരും നോക്കാലോ നമുക്ക്. അങ്ങനെ നമ്മുടെ ആര്? നമ്മുടെ ദൂത അതിന്റെ കൂട്ടിൽ കയറിയിരുന്നു. അപ്പൊ നമ്മുടെ ജറാദ് ഇങ്ങനെ വിചാരിക്കുകയാണ്, മത്താ തഖ്റൂജ്, പറഞ്ഞു മക്കളെ, മത്താ തഖ്റൂജ്. അപ്പോഴെപ്പോഴാ പുറത്തു വരിക? എപ്പോഴാ അവള് പുറത്തു വരിക? എന്റെ കൂട്ടുകാരി ദൂത ഇനി എപ്പോഴാ പുറത്തു വരിക? മത്താ തഖ്റൂജ്, ഇനി എപ്പോഴാ അവൻ പുറത്തു വരിക എന്ന് പറഞ്ഞിങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴുണ്ടടാ, കുറച്ചു ദിവസം കഴിഞ്ഞതും ആര് വന്നു? മൻ ജാഅ സദീഖുൽ ജറാദ് ഔ സദീഖത്തുൽ ജറാദ്. ജറാദിന്റെ കൂട്ടുകാരൻ വന്ന് വിളിക്കുകയാണ്, അയിന സദീഖി, എന്റെ കൂട്ടുകാരൻ എവിടെ? എന്റെ കൂട്ടുകാരൻ എവിടെ? ഞാൻ വന്നു. അന ജിഅ്തു, ഞാൻ വന്നു പറയാം. അപ്പൊ നമ്മുടെ ജറാദ് ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. എന്തായിരിക്കാം? എന്റെ കൂട്ടുകാരൻ എവിടെ എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴേക്കുണ്ടടാ, ഇത് നോക്കൂ, ഹായ്, നമ്മുടെ ജറാദ് പറഞ്ഞത് ഫറാഷ. മാഷാ അല്ലാഹ്, ഫറാഷ. ഹായ്. അപ്പൊ നമ്മുടെ പുഴു ആരായി? ഫറാഷത്തായി അല്ലേ? ദൂതത്ത് ആരായി? ഫറാഷത്തായി. ഇതിനെ കുറിച്ച് നിങ്ങൾ സ്കൂളിൽ നമ്മുടെ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ പുഴു പ്യൂപ്പയിൽ ഇരുന്നിട്ടാണ് എന്താവുന്നത്? പൂമ്പാറ്റയാവുന്നത് അല്ലേ? അപ്പൊ ഫറാഷ. നമ്മുടെ ജറാദിന് ആരെ കിട്ടിയപ്പോ പുതിയ കൂട്ടുകാരനായി? ഫറാഷിയായി. ദൂതത്ത് ആരായി? ഫറാഷ. മാഷാ അല്ലാഹ്, ഹായ്, കൂട്ടുകാരൻ ആരായി? നമ്മുടെ ഫറാഷിയായി മാറി അല്ലേ? അങ്ങനെ നമ്മുടെ ജറാദിന് വളരെ സന്തോഷമായി. ഇനി നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് നോക്കാം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ മക്കളോട് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നഖറ, മാതാ നഖറ, വായിക്കാം. ഹാദിഹി ദൂത, മാ ഹാദിഹി? ഹാദിഹി ദൂത. സുമ മൻ ഹാദാ? ഹാദാ ജറാദ്. അതാണ് എഴുതിയിരിക്കുന്നത്, ഹാദാ ജറാദ്. വായിച്ചേ, ഹാദാ ജറാദ്. വമൻ ഹാദിഹി? ഹാദിഹി ഫറാഷ, ഹാദിഹി ഫറാഷ. ഇവിടെ റെഡ് നിറത്തിൽ കുറച്ച് വാക്കുകൾ കണ്ടോ? ഹാദിഹി, ഹാദ, ഹാദിഹി അല്ലെ? അതെന്താ ഇവിടെ ഹാദിഹിയും ഇവിടെ ഹാദയും ഇവിടെയും ഹാദിഹി? എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? സാർ ഒരു വീഡിയോ കാണിച്ചു തരാം, അപ്പൊ മക്കൾക്ക് മനസ്സിലാവും. കാണല്ലേ? ഇത് ശ്രദ്ധിച്ചോട്ടെ മക്കളെ. هذا أحمد, هذه هند. എന്താ മനസ്സിലായി? هذا فيل, هذه زرافة. هذا قلم, هذه ورقة. എന്താ ഇതെന്താ മനസ്സിലായി മക്കൾക്ക്? മുദക്കർ മുഅന്നസ്. അതാ മുദക്കർ മുഅന്നസ്. ഈ ഹാദ എന്താണ്? ഇത് മുദക്കറായ ഒരു വാക്കാണ്. ഖലം എന്ന് പറഞ്ഞാൽ എന്താ? പേന. എന്നാൽ വറഖ എന്നുള്ളത് എന്താണ്? മുഅന്നസാണ്. മുഅന്നസ് എന്ന് വെച്ചാൽ അതിന്റെ അവസാനം എന്തുണ്ടാകും? ഇവിടെ ഒരു തായ് ഉണ്ടാകും. അപ്പൊ നമ്മള് ഹാദിഹി എന്ന് പറയണം. ഹാദ എന്നല്ല, ഹാദിഹി എന്ന് പറയണം. അതാണ് ആദ്യം നമ്മൾ കണ്ടത്. നോക്കൂ, هذه هند. കണ്ടോ? ഹാദാ അഹ്മദ്. ഇതാരാണ്? അഹ്മദ്. ഹാദിഹി
ഹിന്ദ്. ഇപ്പൊ പെണ്ണായി കഴിഞ്ഞാൽ ഗേൾ ആയി കഴിഞ്ഞാല് ഹാദിഹി എന്ന് പറയണം. അത് ഗേൾ ആയ ഒരു വാക്കായാലും കുഴപ്പമില്ല, അത് വാക്കിന്റെ അവസാനത്തിൽ തായ് ഉണ്ടെങ്കിലും അങ്ങനെ വരും. മനസ്സിലായോ മക്കളെ? നോക്കാം, ഒന്നും കൂടി നോക്കാം. ورقة. കണ്ടോ? هذا أبي. هذه أمي. അപ്പൊ ഇത് ഉമ്മി, അബ്, അബ്, هذه أم. അബ് മുദക്കർ, അബ് ബോയ് ആയതുകൊണ്ട് ഹാദ എന്ന് പറഞ്ഞു. ഉമ്മ ഗേളായ മുഅന്നസ് ആയതുകൊണ്ട് ഹാദിഹി എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ എപ്പോഴും മുഅന്നസായ വാക്കിന്റെ കൂടെ ഹാദിഹി എന്ന് വെക്കണം, മുദക്കറായ വാക്കിന്റെ കൂടെ ഹാദ എന്ന് വെക്കണം. മനസ്സിലായോ? أمي. هذا أسد. ഹാദ അസദ് ബോയ് ആണ്. قطة. ഖിത്തത്തുൻ ഗേളാണ്. هذا عنب. ഐനബ് هذه شجرة. ഷജറത്തുൻ തായിണ്ട്. കണ്ടോ? هذا أخي. ഇത് ബോയാണ്. هذه أختي. ഉഖ്തി. هذا عنكبوت. അൻകബൂത്ത് هذه ذبابة. ഗേളാണ്. هذا فأس. هذه مطرقة. മനസ്സിലായോ? അപ്പൊ ബോയും ഗേളും മക്കള് മനസ്സിലാക്കിയത്. ഹാദിഹി ഇവിടെ ദൂതത്തിന്റെ കൂടെ എന്തുണ്ട്? തായുണ്ട്. അപ്പൊ ഇതൊരു ഗേളാണ്, മുഅന്നസ് ആണ്. അപ്പൊ നമ്മൾ ഹാദിഹി എന്ന് പറയും. മനസ്സിലായോ? ഇനി ഇത് ജറാദ് ഒരു ബോയായ വാക്കാണ്, കാരണം ഇവിടെ തായും ഇല്ല, ഇതൊരു ബോയുമാണ് കേട്ടോ. ജറാദത്ത് എന്ന് പറയില്ല, ഹാദാ ജറാദ്, ഹാദാ ജറാദ്. ഫറാഷത്തിന്റെ കൂടെ ഇവിടെ തായുണ്ടോ? അപ്പോ ഹാദിഹി വന്നു. മനസ്സിലായോ? ഈ തായ് ഇല്ലെങ്കിലും ആ വാക്ക് ഗേളാണെങ്കിൽ, ഉദാഹരണം ഉമ്മ എന്നുള്ള വാക്കിൽ തായ് ഉണ്ടോ? അവസാനത്തിൽ ഇല്ല. എങ്കിലും നമ്മള് ഉമ്മ ഒരു ഗേളായതുകൊണ്ട് നമ്മള് ഹാദിഹി എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ഇവിടെ കുറച്ച് വാക്കുകളുണ്ട്. ഇതുണ്ടോ? ഇവിടെ എന്ത് പറയണം? ഇതെന്താണ്? ഹാദാ മൻ ഹാദാ ജറാദ്. അപ്പൊ ഇതിന് മക്കൾ നല്ല കളർ കൊടുക്കണം കേട്ടോ. ഇതിന് നല്ല കളർ കൊടുത്തിട്ട് ഇവിടെ മാതാ തക്സുബൂൻ എന്തെഴുതും? ഹാദാ ജറാദ്. ഇതിനും കളർ കൊടുക്കണം. ഹാദിഹി ദൂത, ഹാദിഹി ദൂത. പിന്നെ ഇവിടെ കുറച്ച് കാര്യം പൂരിപ്പിക്കണം. അല സഹറത്തി മഹാദ ഔ മഹാദിഹി. ഇതെന്താണ്? ഹാദിഹി അല സഹറ. പൂവിന്റെ മുകളിൽ ആരായിരിക്കുന്നത്? ഫറാഷ. നമ്മൾ നേരത്തെ പഠിച്ച വാക്കില്ലേ? അല സഹറത്തി ഫറാഷ എന്ന് ഇവിടെ എഴുതി കൊടുക്കൂലേ? ഫറാഷ നമ്മൾ പഠിച്ചല്ലേ? പിന്നെ ഇവിടെ വറക്കത്ത് മാതാ വറക്കത്ത്, ഇലയുടെ മുകളിൽ ആരായിരിക്കുന്നത്? ആരാണ്? ദൂദത്ത്. അലൽ വറഖത്തി ദൂദത്ത്. നമ്മൾ പഠിച്ചാണ് മുകളില്. ഈ സാർ എഴുതി കാണിക്കില്ല, മക്കൾ എഴുതാം കേട്ടോ. അലഷത്തില, ചെടിയുടെ മുകളിൽ ആരായിരിക്കുന്നത്? അലഷത്തിലത്തി ജറാദ്. അതാ ജറാദ്. എഴുതില്ലേ? അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സാറ് സൂചിപ്പിക്കുന്നത്. ഈ ആക്ടിവിറ്റികളെല്ലാം ചെയ്യുക. ഹാദിയും ഹാദിഹിയും പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.